മക്കളെ, നിങ്ങൾ അബ്രോഡ് MBBS തിരഞ്ഞെടുക്കുമ്പോൾ ഏറ്റവും ഭയത്തോടു കൂടിയും ജാഗ്രതയോടു കൂടിയും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഏത് യൂണിവേഴ്സിറ്റി എന്ന് തിരഞ്ഞെടുക്കുന്നു എന്നുള്ളതാണോ, ഏത് രാജ്യം തിരഞ്ഞെടുക്കുന്നു എന്നുള്ളത് മാത്രമല്ല, ഏത് ഏജൻസി തിരഞ്ഞെടുക്കുന്നു എന്നുള്ളതും ആ ഏജൻസിയുടെ ക്രെഡിബിലിറ്റി എന്താണെന്നുള്ളത് കൃത്യമായിട്ട് പരിശോധിക്കേണ്ടതുണ്ട്. ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് നമ്മൾ കാണുന്ന പല ഏജൻസികളും പല രാജ്യങ്ങളും പ്രൊമോട്ട് ചെയ്യുന്നവരുണ്ടാവും. റഷ്യ പ്രൊമോട്ട് ചെയ്യുന്നവരുണ്ടാവും, അല്ലെങ്കിൽ കസാക്ക്, ഉസ്ബെക്ക്, ജോർജിയ, കിർഗിസ്ഥാൻ, ഏതും ആയിക്കോട്ടെ. അവർ നിങ്ങൾ ആവശ്യപ്പെടുന്ന യൂണിവേഴ്സിറ്റി ചെയ്യുന്നില്ല എന്നുള്ള കാരണത്താൽ മാത്രം ആ യൂണിവേഴ്സിറ്റിയും ആ രാജ്യത്തെയും നെഗറ്റീവായി പറഞ്ഞുകൊണ്ട് അതിനെ വളരെ മോശമായിട്ട് ചിത്രീകരിച്ച് അതിനെ താറടിച്ചുകൊണ്ട് സംസാരിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവരുടെ ക്രെഡിബിലിറ്റി നിങ്ങൾ കൃത്യമായി പരിശോധിക്കേണ്ടതാണ്. നമ്മളിപ്പോൾ കാണുന്നുണ്ട്, ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ റഷ്യ ചെയ്യുന്ന പല ഏജൻസികളും റഷ്യയെ ഭയങ്കരമായിട്ട് ഹൈലൈറ്റ് ചെയ്തുകൊണ്ട്, എന്നാൽ അതിന് തൊട്ടടുത്തുള്ള ഓപ്ഷനായിട്ടുള്ള കസാക്കിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ, ജോർജിയ പോലുള്ള രാജ്യങ്ങൾ വളരെ മോശമാണെന്നും അവിടെ പ്രശ്നങ്ങളാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞ് ഭയപ്പെടുത്തുന്നവരുണ്ട്, കുട്ടികളെ നിരുത്സാഹപ്പെടുത്തുന്നവരുണ്ട്. അതേസമയം ഉസ്ബെക്കിസ്ഥാൻ എടുത്ത് നോക്കാം. ഉസ്ബെക്കിസ്ഥാനിലാണെങ്കിൽ ഗവൺമെൻറ് മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിലേക്ക് ഈ വർഷം ഇന്ത്യൻ സ്റ്റുഡൻസിനെ എടുക്കുന്നില്ല എന്നുള്ള കാര്യത്തിൽ അനിശ്ചിതത്വത്തിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ അവിടെയുള്ള പ്രൈവറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റികൾ പ്രൊമോട്ട് ചെയ്യുന്ന ആൾക്കാർ ഉസ്ബെക്കിസ്ഥാനിലെ പ്രൈവറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റികൾ എന്തോ വലിയ മഹാസംഭവമാണെന്നും, എന്നാൽ അതിന് തൊട്ടടുത്തുള്ള ഗവൺമെൻറ് യൂണിവേഴ്സിറ്റികളായിട്ടുള്ള കസാക്കിസ്ഥാൻ പോലുള്ള രാജ്യങ്ങളിലേക്ക് വിദ്യാർത്ഥികൾ ഓപ്ഷനായി പോകാമെന്നുള്ള ഭയത്തിൻ്റെ പേരിൽ കസാക്കിസ്ഥാനെ കുറിച്ച് വളരെ താറടിച്ചുകൊണ്ട് സംസാരിക്കുന്നതൊക്കെ ആയിട്ട് രംഗത്ത് വന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതേ അവസ്ഥ തന്നെയാണ് കിർഗിസ്ഥാൻ്റെ കാര്യത്തിലും. കിർഗിസ്ഥാൻ അക്രഡിറ്റേഷൻ ഇല്ലാത്ത യൂണിവേഴ്സിറ്റികളുടെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് പറയുന്നതെങ്കിലും അവിടെ അക്രഡിറ്റഡ് ആയിട്ടുള്ള നല്ല യൂണിവേഴ്സിറ്റികളുണ്ട്. ഏത് രാജ്യത്താണെങ്കിലും അവിടുത്തെ ഗവൺമെൻറ് യൂണിവേഴ്സിറ്റികളെ ചൂസ് ചെയ്യാൻ പരമാവധി ശ്രദ്ധിക്കുക. മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്തരത്തിൽ പരസ്പരം മറ്റുള്ള രാജ്യങ്ങൾ നമ്മൾ ചെയ്യാത്തതിൻ്റെ പേരിൽ നമ്മൾ ആ രാജ്യത്തെ കുറ്റം പറയുന്നു എന്നുള്ള രീതിയിൽ മുന്നോട്ട് വരുന്ന ഏജൻസികൾ ഉണ്ടെങ്കിൽ അത്തരം ഏജൻസികളുടെ ക്രെഡിബിലിറ്റി എന്താണെന്ന് നിങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മൾ പണ്ട് പറഞ്ഞിട്ടുണ്ട്, വാഹന കച്ചവടങ്ങളിലൊക്കെ പറയുന്നുണ്ട് ഡോക്ടറുടെ ലേബൽ ഉണ്ടെങ്കിൽ ആ വാഹനം എളുപ്പത്തിൽ വിറ്റ് പോകും എന്നുള്ളത്. അതുപോലെ തന്നെയാണ് ഇപ്പം ഇവിടെ അബ്രോഡ് MBBSലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഞാൻ ഡോക്ടറാണ്, അതുകൊണ്ട് എനിക്ക് നിങ്ങളെ കൃത്യമായിട്ട് ഗൈഡ് ചെയ്യാൻ പറ്റുമെന്നൊക്കെ പറയുമ്പോൾ പോലും അവർ ഈ പറയുന്ന ഡോക്ടറും എന്നുള്ള മേഖലയിൽ എത്രത്തോളം അവർ സക്സസ് ആയി എന്നുള്ളത് കൂടി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം അത്തരക്കാർ ഈ പറയുന്ന FMG പോലുള്ള എക്സാം, നാളെ നിങ്ങൾ ഭാവിയിൽ ചെയ്യേണ്ട FMG പോലുള്ള എക്സാമുകൾ പാസ്സായിട്ട് ഇന്ത്യയിൽ അല്ലെങ്കിൽ കേരളത്തിലോ വർക്ക് ചെയ്യുന്ന ഡോക്ടർമാരാണോ, അവർ ആ ഒരു നിലവാരത്തിലുള്ള ആൾക്കാരാണെന്ന് കൃത്യമായിട്ട് പരിശോധിക്കേണ്ടതുണ്ട്. കാരണം എങ്കിൽ മാത്രമേ അത്തരത്തിൽ ക്രെഡിബിലിറ്റി ഉള്ള ആൾക്കാരെ നിങ്ങൾ അതുവഴി നിങ്ങൾക്ക് ഗൈഡൻസ് നൽകുന്നതിൽ അർഹതയുള്ളവർക്ക്, സോ അത്തരത്തിൽ ആ ഗൈഡൻസ് നിങ്ങൾക്ക് നൽകാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് അങ്ങനെ വഴികാട്ടാനുള്ള അർഹരാണോ എന്നുള്ള കാര്യങ്ങളോട് നിങ്ങൾ നോക്കിയിട്ട് മാത്രം തീരുമാനിക്കുക. അങ്ങനെ തീരുമാനിച്ചാൽ ഒരു പരിധിവരെ നിങ്ങൾ ചെന്നുപെടുന്ന സ്കാമുകളിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കും. സോ തിരിച്ചറിയുക, ജാഗ്രത പുലർത്തുക. താങ്ക് യു.